എനിക്ക് എന്തെങ്കിലും ഹാലൂസിനേഷൻ ആയിരിക്കോ? ഞാൻ എവിടെ നോക്കുമ്പോഴും അഹല്യയാണല്ലോ കാണുന്നത്. അല്ല, ഇത്രയ്ക്ക് അങ്ങോട്ട് ചിരിക്കാനായിട്ട് ഇവിടെ എന്ത് കോമഡിയാ നടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറങ്ങിയപ്പോ എന്റെ അമ്മ പറഞ്ഞതാ, രാഹുകാലോ മോനെ ഇപ്പൊ ഇറങ്ങണ്ടെന്ന്. അമ്മയുടെ വാക്കും കേൾക്കാതെ ചാടി വീണിറങ്ങി ഞാനിപ്പോ അനുഭവിക്കുന്നത് കണ്ടില്ലേ? ഇവരൊക്കെ എന്താ പറയുന്നത്, എന്തിനാ ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പ്രേതങ്ങൾ നോക്കുന്ന പോലെ നോക്കുക. ഇവിടെ മനുഷ്യനായിട്ട് ആകെ ഞാൻ മാത്രം ഉള്ളെന്നാ തോന്നുന്നേ. വേദാന്ത്, വേദാന്ത്, നീ ഇങ്ങനെ ബോധമില്ലാണ്ട് നിന്നാ നമ്മുടെ ഫ്യൂച്ചറിന്റെ കാര്യം എന്താവും? നിനക്കെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം പോകുന്നേ? എന്താ കാര്യം? എന്താ ഈ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അല്ല അമ്മ, വേദാന്തിന് ഇതൊന്നും ശീലമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. നീ ഒന്ന് ക്ഷമിക്കേ വേദാന്ത്. അത് ഞാൻ ചെയ്തോ. വന്നോന്ന്. അയ്യോ ചേട്ടൻ നിക്ക്. ഇപ്പൊ വരാം. ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ എല്ലാവരും മനുഷ്യരാണോന്നാ എന്റെ സംശയം. ഇപ്പൊ എന്തിനാ ടെൻഷൻ? എന്താ വേദാന്ത്? എന്റെ മുന്നിൽ അഹല്യ പിന്നെ വന്നു സിദ്ധാർത്ഥ്. എന്താ ഇവിടെയോ? എവിടെ? ദാ അവിടെ. വേദാന്ത്, നീ കൈയൊന്ന് മാറ്റിയ. അമൂല്യ എങ്ങനെ ഇങ്ങോട്ട് വന്നാ എന്താണെന്ന് ചോദിക്കില്ലേ? നീ ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ട. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ പ്രശ്നം. അവൾ ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ല. ഡോണ്ട് വെറി. ആരും ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. എല്ലാവരും സമാധാനത്തോടെ ഫുഡ് കഴിക്കും. ഇതിപ്പോ നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും സുമേഷേ. അല്ല, അതിപ്പോ നമ്മൾ അങ്ങനെ പറയണമെന്നൊരു ആചാരം ഉണ്ടല്ലോ മേഡം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിനപ്പം തന്നെ കൗണ്ടർ പറയാൻ നിങ്ങളൊക്കെ റെഡി ആണല്ലോ. ഞാൻ വെറുതെ കോമഡിക്ക് വേണ്ടി പറഞ്ഞത് സുമേഷേ. സിദ്ധാർത്ഥ് സാർ, ആഹാരത്തിന് മുമ്പ് കുറച്ച് ഡ്രിങ്ക്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയൊക്കെ നല്ല കളറായേനെ അല്ലേ? നീ ദൈവത്തോടത്തൊന്നും മിണ്ടാതിരിക്കും. ഡ്രിങ്ക്സിനെ പറ്റി ഒരു വാക്ക് ഇവിടെ മിണ്ടിപ്പോകരുത്. അമൂല്യങ്ങാനും കേട്ടാലുണ്ടല്ലോ നിന്റെ കഥ പിന്നെ തീർന്നു. ഡോ സുമേഷേ, ഡ്രിങ്ക്സ് ഒന്നുമില്ലേ? എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ചോദിച്ചത് കൂൾ ഡ്രിങ്ക്സാ. ഈ സമയത്ത് ഇതൊക്കെ വേണോ എന്റെ പൊന്നളിയ? വേണോളിയ. സദ്യ കഴിക്കുമ്പോ കുറച്ച് ഡ്രിങ്ക്സ് നല്ലതാ. ഈ വിക്ക് മരിച്ചു കിടക്കാൻ സ്വന്തം കുഴി എടുക്കുന്ന പോലെയാ. അതിൽ എന്നെയും കൂടെ ഇട്ട് മൂടാതിരുന്നാ മതി. എടോ സുമേഷേ, എന്താടാ പരുങ്ങുന്നേ? ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ? ജ്യൂസ് വേണമെന്ന് അറിയില്ല എനിക്ക്. സോറി ബോസ്, ആ കാര്യം ഞാൻ മറന്നുപോയി. നെക്സ്റ്റ് ടൈം അറേഞ്ച് ചെയ്തേക്കാം. എന്നൊരു കാര്യം ചെയ്യും, തണുപ്പ് ഫുഡ് കഴിക്കണ്ട, നെക്സ്റ്റ് ടൈം കഴിക്കാം.
അഹല്യ ഇവിടെ ശരിക്കും ഉണ്ടോ, അതോ ഇതൊക്കെ എന്റെ തോന്നലാണോ? അവൾ എന്നെ ടോർച്ചർ ചെയ്യുന്നോണ്ട് ഞാൻ അവളെ പറ്റി ചിന്തിക്കുന്നോണ്ടാണോ ഇങ്ങനെയൊക്കെ? വേദാന്ത്, 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 പറ മൂല്യ. നിനക്കിത് എന്താ പറ്റിയേ? എന്താ നീ അവിടെ നോക്കിയിരിക്കുന്നേ? പ്രേതം വന്ന് നിന്ന് വാ മോനെ, വാ മോനെ അങ്ങനെ വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒരു ദിവസമെങ്കിലും ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ വിട്ട് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. ആ ഓഫ് കോഴ്സ് അമൂല്യ, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഓക്കെ. ആക്ച്വലി അമൂല്യ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ സമാധാനമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ശരി ശരി, മിണ്ടണ്ട, നീ ഫുഡ് കഴിക്ക. ഡ്രാക്കുള മേഡം, അല്ല അമൂല്യ മേഡം, മേഡം തന്നെ ആ ഫുഡ് കഴിപ്പിക്കും. കറക്റ്റ് അല്ലേ? കഴിക്ക. കുറച്ച് വെള്ളം തരട്ടെ? എങ്ങോട്ടാ വരുന്നേ? ഇത് എന്റെ റൂമാ, നിങ്ങളുടെ റൂം താഴെയല്ലേ? ഞാനും നീയും ഇപ്പൊ ഒന്നല്ലേ? എല്ലാ റൂമും നമുക്കുള്ളതാ. അത് വേണ്ട, എന്റെ റൂമിലേക്ക് കയറാൻ നിനക്ക് ലൈസൻസ് ആയിട്ടില്ല. അതിന് നീ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതെന്താ? നമ്മുടെ കല്യാണത്തിന് എല്ലാവരും സമ്മതിച്ചില്ലേ? ഗ്രീൻ സിഗ്നലും കിട്ടി. ആഹാ, അതുകൊണ്ട് ലൈസൻസ് കിട്ടിയെന്നാണോ അർത്ഥം? കല്യാണം ഒന്നും കഴിക്കണ്ടേ? നമ്മൾ രണ്ടുപേരും ഒരു റൂമിലേക്ക് പോകുന്നത് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയില്ലേ? പിന്നെ അതൊക്കെ വൈറലാവും. പറയുന്നവരുടെ വാ മൂടി കെട്ടാൻ വേണ്ടി അവസാനം നെറ്റ്വർക്കിന് നമ്മൾ ലോക്ക്ഡൌൺ കൊടുക്കേണ്ടി വരും. നെറ്റ്വർക്കിന് ലോക്ക്ഡൌണോ? എന്ന് വെച്ചാ എന്താ? എന്ന് വെച്ചാ നെറ്റ്വർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും മൊബൈല് മാറ്റി വെച്ചിരിക്കുമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ കല്യാണം കഴിയാത്ത സുന്ദരിയായ ഒരു കുട്ടിയുടെ കൂടെ ഒരു റൂമില് വേദാന്ത് മേനോൻ താമസിച്ചു എന്നുള്ള ന്യൂസ് കാട്ടുതീ പോലെ പടരും. എന്റെ കഴുത്തിൽ നീ താലി കെട്ടുന്നത് വരെ ഞാൻ വേറെ റൂമില്, നീ വേറെ റൂമില്. ശരി, എന്നൊരു ഉമ്മെങ്കിലും തന്നൂടെ? നിനക്കിത് എന്താ പറ്റിയേ? ഹോളിൽ നിന്നിട്ട് അതും ഇത്ര CCTVയുടെ മുന്നിൽ നിന്ന് കിസ് ചോദിക്കുന്നോ? ഒരിക്കലും ഇല്ല. എടി പറയുന്ന കേക്ക് അമൂല്യ, ഒന്ന് നിക്ക്. എടി കഴുത നിക്കടോ. ദേ നോക്കി, ഇതൊന്നും ഇവിടെ ശരിയാവില്ല. നീ വേഗം ഇറങ്ങിപ്പോയേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആണല്ലേ? എന്റെ മേലെ പൗഡർ ഇട്ടല്ലേ? കോൺഷ്യറാടി നിന്നെ. എന്നോട് കളിക്കുകയാണല്ലേ? അമൂല്യ,
അമൂല്യ. അയ്യോ എടുത്തി, എന്നെ നിന്നെ ഈ കോളത്തിൽ കണ്ട പിന്നെ അത് മതി. ആദ്യം വന്നോണ്ടേ നിന്നെ ഞാൻ വെറുതെ വിടുക. അടുത്ത വട്ടം ഞാൻ നിന്നെ ശരിയാക്കി തരാം. എടാ കള്ളച്ചെറുക്ക, ഒരു മിനിറ്റ്. ദേ ഇത് കൊണ്ടുപോയിക്കോ. ഇതാരായിരിക്കും എഴുതിയത്? സുമേഷേ, സുമേഷേ, എടോ സുമേഷേ, സുമേഷേ, താൻ എവിടെ? സുമേഷേ, എടോ സുമേഷേ. ദാ വരുന്നു ബോസ്. ഡ്രാക്കുള കുടുംബത്തിലേക്ക് എൻട്രി കിട്ടിയത് കൊണ്ട് ബോസ് കുറേശ്ശെ ഡ്രാക്കുള ആയിക്കൊണ്ടിരിക്കുക. ബോസിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കോഞ്ചറിങ് കാണുന്നത് പോലെയുണ്ട്. ആ സിനിമയിൽ വരുന്ന പ്രേതത്തിന്റെ മുഖമില്ലേ, ഏകദേശം അതുപോലെ മനുഷ്യനെ കൊല്ലാൻ വരുന്നത് പോലെയുണ്ട്. പൗഡറാ ഇത്. പൗഡർ. എന്താടോ ഇത്? ആരോടും ഇങ്ങനെയൊക്കെ ചെയ്തേ? ബോസ്, ഓഫീസിലെ ഡെഡ് ലൈന് പോലും ഞാൻ ഇത്ര കറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് ഇത്ര സമയം എടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നേ. ഇയാള് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് ആരുടെ പണിയാ? ബോസ്, ഡ്രാക്കുള ബോസ്. ഞാൻ പൊക്കോട്ടെ ബോസ്. ഇനി താൻ ഇവിടെ നിന്നാ തന്നെ ഞാൻ കഴുത്തരിച്ച് കൊല്ലും. ബോസ് ഒരുപാട് മാറിപ്പോയി. ബോസ് ഇപ്പൊ ഒരു ഡ്രാക്കുള ബോസ് ആയിരിക്കാം. ഇനി ഡ്രാക്കുളയുടെ ഇടയിൽ ഞാൻ ജോലി ചെയ്യേണ്ടി വരുമോ? സുമേഷ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ പണി ചെയ്തത് ആരായിരിക്കും? സിദ്ധാർത്ഥനോട് ചോദിച്ചു നോക്കാം. എന്തു പറ്റിയോ? ഏതാണ്ട് എന്താ അർജന്റായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത്? ഇത് നോക്ക് സിദ്ധാർത്ഥ്, എന്താ ചെയ്തു വെച്ചേക്കുന്നെന്ന് നോക്ക്. ഇത് ആരുടെ പണിയെന്ന് മനസ്സിലാവുന്നില്ല. സുമേഷിനോട് ചോദിച്ചപ്പോ അയാൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ഇനി ചിലപ്പോ അമ്മു തന്നെ സർപ്രൈസിന് വേണ്ടി ചെയ്താണെങ്കിലോ? നോ വേ സിദ്ധാർത്ഥ്, നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അമ്മുവിന് അറിയില്ലായിരുന്നല്ലോ. നമ്മൾ രാവിലെ പണിഷ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ വിക്കി ചെയ്താണെങ്കിലോ? നോ നോ, വിക്രാന്ത് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചാൻസ് ഇല്ല.
അപ്പൊ ഇത് ചെയ്തത് ഇത് അവളുടെ പണി തന്നെ സിദ്ധാർത്ഥ്. അപ്പൊ അവൾ ഇവിടെയും വന്നാണോ? അതെ സിദ്ധാർത്ഥ്, എന്നെ വേദെന്ന് വിളിക്കുന്നത് അവള് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തത് അവള് തന്നെയാ. വേദാന്ത്, നമ്മളിത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഇല്ല സിദ്ധാർത്ഥ്, എന്റെ അമൂല്യയുടെയും കല്യാണത്തിന് അമ്മുവിന്റെ അമ്മ ഓക്കെ പറഞ്ഞ സമയം തൊട്ട് അവൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവളുടെ ഇന്റൻഷൻ എങ്കിൽ ഞാൻ ഒരിക്കലും അവളെ വെറുതെ വിടില്ല. വേദാന്ത്, കാം ഡൗൺ. നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനൊന്ന് സെക്യൂരിറ്റിയോട് സംസാരിക്കട്ടെ. വേദാന്ത് റിലാക്സ് ചെയ്യും, ഓക്കെ? അപ്പൊ ഇതെല്ലാം ചെയ്തത് അഹല്യ തന്നെയാണ്. അവൾ ഇവിടെ വരെ എത്തിയല്ലേ? നീയോ? ഏയ്, ഇത്രയും ദൂരം ഞാൻ നിന്റെ പിന്നാലെ വന്നിട്ടും എന്നെ കണ്ട് ഷോക്കായിട്ട് നീ ആണെന്ന് ചോദിക്കുമ്പോ കരയണോ ചിരിക്കണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തേ. പ്ലീസ്, ഇതുപോലുള്ള ക്ലീഷയൊന്നും ഇനി നീ റിപ്പീറ്റ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നിന്നെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ. പെട്ടെന്നൊരു ദിവസം നിന്നെ കാണാതായി. നീ എങ്ങോട്ടാ പോയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ഇല്ല അഹല്യ. കള്ളൻ, നീ പറയുന്നത് മുഴുവൻ നുണയാ. സത്യമായിട്ടും ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചതാണ് അഹല്യ. അല്ല, ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും നാളും ഉണ്ടായിട്ടും നീ എന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടും കണ്ടില്ല എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ വിശ്വസിക്കും? സ്നേഹിക്കുന്നവരെ തിരക്കേണ്ടത് കണ്ണുകൊണ്ടല്ല, ഹാർട്ട് കൊണ്ടാ. നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ആഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. മാത്രമല്ല, പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ കാര്യമാകുമ്പോ ബോട്ടം ഓഫ് ദി ഹാർട്ടിൽ നിന്ന് തന്നെ നമ്മൾ അന്വേഷിക്കണം. നീ എന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പേ തന്നെ സെറ്റ് ആയേനെ. അഹല്യ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. അങ്ങനെ സെറ്റാവാൻ മാത്രം ഒന്നുമില്ല. അതെനിക്കറിയാം വേദ്, നീ ആ പഴയ വേദാന്തേ അല്ല. അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നീ ഇപ്പോ ദ ഗ്രേറ്റ് വേദാന്ത് മേനോനല്ലേ, ഈ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ബിസിനസ്മാൻ. മാത്രമല്ല, ഈ നാട്ടിലെ എൻഗേജ് ആവാതെ നടക്കുന്ന ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ. ഇപ്പോ ആ വായാടിയെ കല്യാണം കഴിക്കാൻ പിന്നാലെ നടക്കുവാണല്ലേ.